അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. சூப்பரா இருக்கு. ஆமா ஒரு மினிட். புஷ்பா தாழத்தில்ல வேர்ல்டு ஃபயர் சூப்பரா இருக்கு. செம்மையா இருக்கு. പെർഫോമൻസ് രണ്ടുപേരും, അതായത് ഫഹദ് ഫാസിലും രണ്ടുപേരും അല്ലു അർജുനെ തകർത്തിട്ടുണ്ട്. കാണാൻ കുഴപ്പമൊന്നുമില്ല. ഹിറ്റ് ഹിറ്റ് അണ്ണാ, സൂപ്പർ ഹിറ്റ് അണ്ണാ. നമ്മ സാറിനോട് പുതുപ്പടം വെക്കടപടി ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്താ കേട്ടാ വിവരം വല്ലതും തീർന്നു എന്നാ കേട്ടത്. ദൂരേഷനല്ല ഇതിനെക്കാളും നല്ല മറ്റേ ഏഷ്യാനെറ്റിലോടുന്ന സീരിയലെല്ലാം ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനെക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയതിന്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പോയെന്ന് എനിക്ക് ഇന്നും മനസ്സിലായില്ല. ഞാൻ പടം കണ്ടോണ്ടിരുന്നപ്പോഴേ ആലോചിച്ചോണ്ടിരുന്ന കാര്യമാണ്, എന്തിനാണ് ഈ സിനിമ എടുത്തത്? ഒരു വധം പടോടെ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്താ നെഗറ്റീവായിട്ട് തോന്നിയേ? നെഗറ്റീവായിട്ട് പടം പോസിറ്റീവായിട്ട് ഒന്നും തോന്നിയില്ല. അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. പടം ഫസ്റ്റ് നമ്മൾ പുഷ്പേരെ ഫസ്റ്റ് കണ്ടി പ്രതീക്ഷിച്ച് വന്നതാണ്. ഷിന്റെ പൊന്നെ, പടം KGF-ലോട്ട് പോകാനും ശ്രമിച്ചു, എന്നാൽ KGF-ലോട്ട് എത്തിയതും ഇല്ല. എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, എങ്ങനെ നമ്മളെ പടം ഇങ്ങനെ പൊട്ടിപ്പോയത്. ഉയർത്തില്ലേ ശരിക്കും ഫഹദ് മാത്രമുണ്ട്. ഫഹദ് പറഞ്ഞ സീനെല്ലാം പൊളി വേറെ ലെവല്. ഓക്കെ അല്ലേ ബ്രോ? നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക, വേറെ ഒന്നും പറയല്ലേ. വെറും കാട്ടവരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ വർഷം കാട്ടുതീന്നാ പറഞ്ഞ വൈൽഡ് ഫയർ, അത് അവരായിരിക്കും. ഇത്തിരി ബോധമുള്ളവർക്ക് എന്തായാലും കാട്ടവരാതായിട്ട് തോന്നുന്നു. എന്താ ഉറക്കം വരുന്നു. കാട്ടുതീയാന്ന് പറഞ്ഞിട്ട് കാട്ടവരാതെന്നൊക്കെ പറയുന്നു. കാട്ടവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ, ലാസ്റ്റ് ഫൈറ്റ് ഉണ്ട് സാരി കൊടുത്തിട്ടുള്ള. ആദ്യത്തെ ഫൈറ്റ് കൊള്ളാം, രണ്ടാമത് സാരി കൊടുത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അത് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റും. കാര്യം പോലെ ആ അല്ലു അർജുൻ 50 പേര് വന്നപ്പോഴത്തേക്ക് കറങ്ങി കടിക്കണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. നിന്റെ ബ്രില്യൻസ് കാരണം ഈ റിസോർട്ടും കൂടി പണയം വെക്കണ ഗതികേടിലാണ് ഞാൻ നിൽക്കുന്നത്.